ഇന്ന് ഞാൻ ഒരു പാവയ്ക്ക കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഈ കറി വളരെയധികം ഇഷ്ടപ്പെടും. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ വളരെ നല്ലതാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്ക ഇതുപോലെ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇനി ഇതിൻ്റെ അകത്തെ കുരുവും അകത്തെ ആ കുടലൊക്കെ നമുക്കത് മാറ്റിയെടുക്കണം. ഇതിനകത്തൊരു മസാല നിറയ്ക്കും. അങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കണം. പാവയ്ക്ക ഇതുപോലെ കുരുവെല്ലാം കളഞ്ഞ് പുറത്ത് മുള്ളൊക്കെ ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പുപൊടി തിരുമ്മി അകത്തും പുറത്തും ഒക്കെ ഉപ്പുപൊടി തിരുമ്മി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്യണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. 1/4 ടീസ്പൂൺ ജീരകം, ഒരു സവാള കൊത്തി വച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർക്കാം. നോർത്ത് ഇന്ത്യൻ കറികൾക്കൊക്കെ ജീരകം ചേർത്താണ് ഉണ്ടാക്കാറ്. ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഹിന്ദിക്കാർ ആംചോറ് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വാളംപുളിയുടെ നീരാണ് ചേർക്കുന്നത്. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയിട്ട് ഈ മസാല പാവയ്ക്കകത്തേക്ക് നിറയ്ക്കണം. പാകത്തിന് ഉപ്പ്, പാവയ്ക്ക ഉപ്പ് തിരുമ്മിയത് വെള്ളത്തിൽ കഴുകിയെടുക്കുക. അതിൻ്റെ കയ്പ്പ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്ത് നിറയ്ക്കണം. പാവയ്ക്കകത്ത് മസാലയെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് വെച്ച് ചൂട് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവരും തീർച്ചയായിട്ടും ഇത് കഴിക്കും. എണ്ണ ഒഴിവാക്കണം എന്നുള്ളവർ എയർ ഫ്രയറിൽ വെച്ചും ഇതുപോലെ മസാല ഫില്ല് ചെയ്തിട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് അത് മറിച്ചിടാം. സ്റ്റഫ്ഡ് പാവയ്ക്ക കറി റെഡിയായി. വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ബാക്കി വന്ന മസാലയിൽ കുറച്ച് ഉള്ളി വരട്ടിയിട്ടതാണ്. അതിന് നല്ല ടേസ്റ്റാണ്. സ്റ്റഫ്ഡ് പാവയ്ക്ക കറി റെഡിയായി. വളരെ നല്ല ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.